ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. 13 വയസ്സുകാരിയായ പെൺകുഞ്ഞ് ലഹരിക്കടിമയായി ഗർഭം ധരിക്കുകയും സൗജി കൊല്ലം ആശുപത്രിയിൽ പ്രസവിക്കുകയും ചെയ്തത് നമ്മൾ ഞെട്ടലോടുകൂടി മാത്രമാണ് കേട്ടത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സ്വന്തം സഹോദരനാൽ ഗർഭിണിയായ 16-കാരി സൗജി പ്രസവിച്ചത് മ്ലേച്ഛതമായ ഒരു കാര്യം നാം കേൾക്കുവാനിടയായി. ലഹരിക്കടിമയായി 10ാം ക്ലാസ്സുകാരെല്ലാം കൂടെ 63 പേര് ഒരുമിച്ച് കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പരീക്ഷ നടക്കുന്നതിനിടയിൽ സാധാരണ 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് പിരിയുന്ന ദുഃഖത്തിൽ സങ്കടത്തോടുകൂടി പിരിയുന്ന ഒരു കാലഘട്ടം ഓർമ്മയുണ്ട്. എന്നാൽ 63 പേര് കൂടി 10 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരു സഹോദരനെ അറുങ്കൊല ചെയ്യുവാൻ തക്കവണ്ണമിടയായി. ലഹരിക്കടിമയായ പ്രിയപ്പെട്ടവർ കോളേജിൽ കലാശാലയിൽ റാങ്കിങ്ങിന് വിധേയമാക്കിയ ഒരു സഹോദരനെ, യൗവനക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതും നാം മറന്നുപോയിട്ടില്ല. ഗ്രീഷ്മ എന്ന പെൺകുട്ടി ജ്യൂസിനകത്ത് വിഷം കലർത്തി അതുവരെ തന്നെ ജീവനോട് സ്നേഹിച്ച് തന്റെ നന്മകളെല്ലാം ഊറ്റിക്കൊടുത്ത് തന്നെ മാക്സിമം ഉപയോഗിച്ച ശേഷം വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞതും നാം മറന്നുപോയിട്ടില്ല. വഞ്ചനയുടെ ഓരോരോ പതിപ്പുകൾ നാം കാണുകയാണ്. കേരളം എന്ന് പറയുമ്പോൾ സംസ്കാര സമ്പന്നവും അതുപോലെ തന്നെ പള്ളികളും പ്രാർത്ഥനാലയങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ധാരാളമുള്ള സ്ഥലമാണ്. പക്ഷേ കൊടിയ പാപം ചെയ്യുന്ന മദ്യപാനികൾ, ഭാര്യയെ തല്ലുന്ന, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന മദ്യപാനികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കൊലപാതക രാഷ്ട്രീയം ഇവിടെ വർദ്ധിച്ചു വരുന്നു. പകയും വിദ്വേഷവും വെച്ചു പുലർത്തി കൂട്ടക്കൊലകൾ, അറുങ്കൊലകൾ ചെയ്യുവാൻ മടിക്കാത്ത രാജ്യമായി ഈ രാജ്യം മാറിയിരിക്കുന്നു. ഗോഡ്സ് ഓൺ കൺട്രി. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സായിപ്പ് ഇവിടെ വന്ന് ഈ രാജ്യത്തിന് ഇതിന്റെ സംസ്കാരം കണ്ടിട്ട്, പ്രകൃതിയുടെ വൈവിധ്യം കണ്ടിട്ട്, മലകളും പുഴകളും കണ്ടിട്ട്, മനുഷ്യന്റെ ആരോഗ്യവും അഭിവൃദ്ധിയും കണ്ടിട്ട്, ഇവിടുത്തെ യുവതലമുറയുടെ വിദ്യാഭ്യാസവും പുരോഗതിയും കണ്ടിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ടു. 29 വർഷങ്ങൾക്ക് ശേഷം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ട സായിപ്പ് തിരിച്ചു വന്നിട്ട് പിന്നെയും പറഞ്ഞു, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിളിഷ് ഓൺ പീപ്പിൾ ആർ സ്റ്റേയിങ് ഹിയർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണ്, സാത്താന്റെ സന്തതികളാണ് ഇപ്പോൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണമിടയായി. നവോത്ഥാന നായകന്മാർ കേരളം ഒരു മഹത്തായ സംഭവമാണ് നമ്മളെ പഠിപ്പിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ നാം പഠിച്ചു വന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. ഇന്ത്യ, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് നാം കേൾക്കുവാൻ തക്കവണ്ണമിടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളം ഒരു പ്രാന്താലയമായി, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ മുഴുപ്രാന്തന്മാരായി. എന്തിന്? ഇൻഡിപെൻഡന്റ് ഡേ, ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ഇങ്ങനെ പല ദിവസങ്ങൾ നാം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏക സ്ഥലം ഗുണ്ടാ ഡേ, ഗുണ്ടാ സെലിബ്രേഷൻ ഡേ, ഗുണ്ടകൾ സെലിബ്രേഷൻ ചെയ്ത ഏക രാജ്യം നമ്മുടെ കേരളം മാത്രമാണ് പ്രിയരെ. എല്ലാവിധത്തിലും ഇത് പാപത്തിൽ നിന്ന് പാപത്തിലേക്കും, അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്കും, തിന്മയിൽ നിന്ന് തിന്മയിലേക്കും, മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്കും ഈ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും നാട് ദൈവത്തിന്റെ നാടാണ്. ഇഷ്ടംപോലെ കുരിശുകൾ, പള്ളികൾ, ധ്യാന കേന്ദ്രങ്ങൾ, വിദ്യാസ്ഥാപനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ ഇവിടെ അധപ്പതിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം പ്രിയരെ? ആർക്കിവരെ നമ്മളെ രക്ഷിക്കാൻ കഴിയും? നമ്മുടെ തലമുറയെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? പഠിത്തമില്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? സിനിമാ ലോകത്തെ പോലും, അധോലോക നായകന്മാരെ പോലും അധപ്പതിപ്പിക്കുന്നമാറ് തൃശൂർ ജില്ലയിൽ ഒരു വെളുത്ത കാറ് ഒരു ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ച്, ATM മുഴുവൻ കൊള്ളയടിച്ച് ആ കാറ് ട്രക്കിൽ കയറ്റി സിനിമാ ലോകത്തെ പോലും
അന്താളിപ്പിക്കുന്ന, കൊള്ളയടിക്കുന്ന ഈ രാജ്യത്ത് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസം കൂടി. ബാങ്കുകൾ അടിച്ചു മാറ്റുന്നത് വിദ്യാഭ്യാസത്തിന്റെ കൂടുതലുകളാണ്. കണക്കിൽ വെട്ടിപ്പ് നടത്തുന്നതും നിരപരാധികൾ അത് മുഖാന്തരം ആത്മഹത്യ ചെയ്യുന്നതും വിദ്യയുടെ കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ വിദ്യയുണ്ടെങ്കിൽ ആളുകൾ നന്നാകും. വിദ്യധനാൽ സർവധനാൽ പ്രധാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വിദ്യ കൂടിയപ്പോൾ മനുഷ്യൻ കൂടുതൽ ക്രൂരനായി തീർന്നു എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ ആധുനിക രീതിയിൽ കൊല്ലാൻ പഠിച്ചു. അട്ടപ്പാടിയിൽ ഒരു സ്ത്രീ മദ്യത്തിനടിമയായി ഒരു ഹോട്ടൽ ഉടമയെ വശീകരിച്ച്, ഹണി ട്രാപ്പ് എന്നാണ് അതിന് പേരിടുന്നത്, ഹണി ട്രാപ്പിൽ പെടുത്തി പ്രത്യേകമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് 8 കഷ്ണങ്ങളായി മുറിച്ച് 8 പ്ലാസ്റ്റിക് ചാക്കിൽ കയറ്റി പോലീസിനും CBIക്കും ആമെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ടെക്നോളജി ഉപയോഗിച്ച് അട്ടപ്പാടിയുടെ കൊടുമ്പളവിൽ ആ മനുഷ്യനെ വലിച്ചെറിയുവാൻ കഴിഞ്ഞു. മദ്യം കയറിയാൽ, പിശാച് കയറിയാൽ സ്ത്രീയും തിന്മ ചെയ്യുന്നു. ആൺസുഹൃത്തിന്റെ കൂടെ പോകാൻ സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കളഞ്ഞതും സ്ത്രീയാണ്. അട്ടപ്പാടിയിൽ ആധുനിക രീതിയിൽ കൊല ചെയ്തതും സ്ത്രീയാണ്. ആൺസുഹൃത്തിന്റെ കൂടെ പോകാൻ തയ്യാറായിരുന്ന ഒരു കുടുംബത്തിലെ അമ്മ അപ്പനും മൂത്തമോനും കൂടിയ ആൺസുഹൃത്തിനെ സൂത്രത്തിൽ വീട്ടിൽ വിളിച്ചു വരുത്തി തൂമ്പാക്കൈക്കടിച്ച് പെരയ്ക്കകത്തിട്ട് കൊല്ലുവാനിടയായി. ബുദ്ധി കൂടിപ്പോയി. പക്ഷേ ക്രൂരത വർദ്ധിക്കുന്നു, തിന്മ വർദ്ധിക്കുന്നു, പൈശാചികത പെരുകുന്നു. കുരിശ് വരച്ചിട്ടും കുമ്പസാരിച്ചിട്ടും പിന്നെയും പാപം പെരുകുന്നു. എന്താണ് കാരണം? ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ